Hi guys, welcome back to my channel. അപ്പോൾ ഇന്ന് നല്ലൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് കരുതാണ്. അപ്പോൾ വീട്ടിൽ വളരെ ഈസി ആയിട്ട് കിട്ടുന്ന ഒരു ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഒരു റൈസ് റെസിപ്പി എങ്ങനെ ട്രൈ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാ ഇൻഗ്രീഡിയൻസും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആദ്യമേ തന്നെ കറി ലീവ്സ് ആണ് കേട്ടോ. അത് നല്ലപോലെ വാഷ് ചെയ്തിട്ട് നമ്മൾ എടുത്തിരിക്കുകയാണ്. വെള്ളമൊന്നും ഇല്ലാതെ വേണം എടുക്കാൻ. നെക്സ്റ്റ് പുളിയും അതുപോലെ ഒരു നെല്ലിക്ക വലിപ്പത്തിലെടുത്താൽ മതി. നെക്സ്റ്റ് ചുവന്ന മുളക് അതൊരു 10 എടുക്കാം. നെക്സ്റ്റ് ഉഴുന്ന് ഒരു അരക്കപ്പ് എടുത്തിട്ടുണ്ട്. നമ്മൾ കടലപ്പരിപ്പ് ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ വാഷ് ചെയ്തായിരിക്കണം എടുക്കേണ്ടത് കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂൺ സാദാ ജീരകം. നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഇത് ഓപ്ഷണൽ മാത്രമാണ്. കരിഞ്ജീരകമാണ് 1 ടേബിൾ സ്പൂണ്. നിർബന്ധമില്ല ഇത് ആഡ് ചെയ്യണമെന്ന്. ആഡ് ചെയ്ത് കുറച്ചുകൂടെ നന്നായിരിക്കും. അത്രയുള്ളൂ. അതുപോലെ ഒരു 10-15 അല്ലി ചെറുതാണിത് ഗാർലിക്ക്. നെക്സ്റ്റ് 1 ടേബിൾ സ്പൂണ് ജാഗറി പൗഡർ എന്ന് വെച്ചാൽ വെല്ലം. പിന്നെ നമ്മൾ കായപ്പൊടി അതാണ് എടുത്തിരിക്കുന്നത്. അത് 1 ടേബിൾ സ്പൂൺ ഇടാം. നെക്സ്റ്റ് ആവശ്യത്തിനുള്ള ഉപ്പ്. നമ്മളിത് ഈ സംഭവം ഉണ്ടാക്കാൻ പോകുന്നത് നല്ലെണ്ണയിലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ നല്ലൊരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണ് ഓയിലാണ്. ഞാനിവിടെ നല്ലെണ്ണയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നല്ലെണ്ണ വളരെ നല്ലതാണ്. ഹെൽത്ത് ബെനിഫിറ്റ്സ് കൂടുതലുള്ള ഓയിലാണ്. കോക്കനട്ട് ഓയിൽ വേണമെങ്കിൽ മിക്സ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഫ്ലേവറിൽ ഡിഫറൻസ് ഒന്നും വരില്ല. അപ്പോൾ ഇത് കരിഞ്ഞു പോവാതെ നിങ്ങൾ ഈ കറി ലീവ്സ് ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം. നല്ലപോലെ റോസ്റ്റായി വരുന്നത് വരെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ സ്പൂൺ വെച്ചിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ സൗണ്ട് വരുമ്പോഴായിരിക്കും അതിൻ്റെ കറക്റ്റ് പാകം. ഓക്കെ, ഇപ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മൾ കൈ കൊണ്ടെടുത്ത് പൊടിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ പൊടിഞ്ഞ് വരുന്ന പാകത്തിന് കരിഞ്ഞു പോകരുത് കേട്ടോ, അത് ശ്രദ്ധിക്കണേ. അപ്പോൾ നമ്മളതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് പ്രോസസ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ടേബിൾ സ്പൂൺ ഓയിൽ വീണ്ടും ആ പാനിലേക്ക് തന്നെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഫസ്റ്റ് ഗാർലിക് ആഡ് ചെയ്ത് കൊടുക്കാം. ഗാർലിക് നല്ലപോലെ ഫ്രൈ ആയിട്ട് വരണം. അത് ഫ്രൈ ആയതിന് ശേഷം നമുക്ക് പുളി ആഡ് ചെയ്യാം. അപ്പം ഇതും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നിങ്ങളിത് ചെയ്യാനായിട്ട്. ഒരു ഇൻഗ്രീഡിയൻസും കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം. നല്ലപോലെ ഫ്രൈ ആയി വന്നതിന് ശേഷം നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് കടലപ്പരിപ്പാണ് കേട്ടോ. കടലപ്പരിപ്പ്, ഉഴുന്ന് പരിപ്പ്. ഇനി ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നത് കരിഞ്ജീരകം ആഡ് ചെയ്തതിന് ശേഷം ചെറിയ ജീരകം ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും ഞാനിവിടെ ഒരുമിച്ച് തന്നെയാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും 10 to 15 മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇത് എത്രത്തോളം നിങ്ങൾ പെർഫെക്റ്റായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ഡിഷിൻ്റെ ടേസ്റ്റ് വരിക. അപ്പോൾ ഞാനിത് നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള കായപ്പൊടി കൂടെ, അത് 1-1.5 ടേബിൾ സ്പൂൺ ആവാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് സോൾട്ടാണ്. നിങ്ങൾക്ക് കല്ലുപ്പ് ഉണ്ടെങ്കിൽ കല്ലുപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിനുള്ള സോൾട്ട്. നമ്മൾ ഇത് റൈസിൽ മിക്സ് ചെയ്യാൻ പോകുന്ന പൗഡറാണ്. അപ്പോൾ അതിനുള്ള ആവശ്യത്തിനുള്ളത് നിങ്ങൾ റൈസ് ഉപ്പിട്ടിട്ടാണ് വേവിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിൽ സോൾട്ടിൻ്റെ ഇത് കുറയ്ക്കാം. അപ്പോൾ നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസിന് ശേഷം കറി ലീവ്സ് കൂടെ ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ്സ് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വയ്ക്കാം. അപ്പോൾ നന്നായി തണുത്ത് കഴിഞ്ഞപ്പോൾ ഞാനിത് നല്ലപോലെ പൗഡറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പൗഡർ നമുക്ക് ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ നമുക്ക് കൂട്ടി കഴിക്കാവുന്നതാണ്. അത് കൂടാതെ നിങ്ങൾ പൊട്ടറ്റോ ഫ്രൈ ചെയ്യുമ്പോൾ, പിന്നെ അതുപോലെ തന്നെ വാഴയ്ക്കൊക്കെ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ അതിലും ഇത് ആഡ് ചെയ്യാം. കുട്ടികൾ കറി ലീവ്സ് കഴിക്കാത്ത കുട്ടികളുണ്ടാവുമല്ലോ. അപ്പോൾ ഈ പൗഡർ വെച്ചിട്ട് നമ്മളൊരു റൈസ് റെസിപ്പി കൂടെ ഞാനിതിൽ കാണിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഒരു റൈസ് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഇവിടെ റെഡിയാണ്. അപ്പോൾ ഞാനെല്ലാം കണ്ടില്ലേ. അപ്പോൾ ഇത് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് നിങ്ങൾ ഫ്രിഡ്ജിലോ പുറത്തോ ഒരു 2 weeks 3 weeks ഒക്കെ നിങ്ങൾക്ക് വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കുറച്ച് കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. കടുകിട്ടു. നെക്സ്റ്റ് കുറച്ച് ഓണിയൻ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്.
കറി ലീവ്സ്, പിന്നെ ചുവന്ന മുളക് കൂടെ എരിവിനാണ്. നിങ്ങൾക്ക് പച്ചമുളക് വേണമെങ്കിൽ പച്ചമുളക് ആഡ് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് നന്നായി സോട്ട് ചെയ്തെടുക്കണം. നന്നായി സോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് കുക്ക് ചെയ്ത് വെച്ച റൈസ്, ഒരു 80% കുക്ക് ചെയ്ത റൈസ് മതിയാവും. ഞാൻ പക്ഷേ കുറച്ച് അധികം വേവിച്ചിട്ടുണ്ട്, കാരണം ഇവിടെ കറിയാക്കി കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ കുറച്ച് സോഫ്റ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ഫ്രൈഡ് റൈസിൻ്റെ പാകത്തിന് റൈസ് വേവിച്ചാൽ മതിയാവും. അപ്പോൾ ഞാനതോടെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മിക്സ് ചെയ്യാം. അതിന് ശേഷം ആ പൗഡർ ഇതിലേക്ക് ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ ഡിഷ് റെഡിയാവും. ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ടും കുട്ടികൾക്ക് കൊടുത്തു വിടാനൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് രാവിലെ എണീറ്റിട്ട് ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ റൈസ് ട്രൈ ചെയ്യാവുന്നതാണ്. ഇത് നമ്മൾ എടുത്തിരിക്കുന്നത് വളരെ ഹെൽത്തിയും കൂടിയാണ് കേട്ടോ. ഈ ഒരു പൗഡർ ഉണ്ടാക്കി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഈ ഒരു റൈസ് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അതിന് മുകളിൽ ഞാൻ കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കോക്കനട്ട് ഓയിൽ കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഡിഷ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.